നല്ല ചിത്രങ്ങളെ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുള്ള ഇൻഡസ്ട്രിയാണ് മലയാളത്തിൻ്റെത്. ഇതിൽ എത്ര വലിയ താരമുണ്ടെന്നോ ആരുടെ ചിത്രമാണെന്നോ എന്നൊന്നും തന്നെ മലയാളികൾ ഒരു പരിധിക്കപ്പുറത്ത് ശ്രദ്ധിക്കാറില്ല. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഏപ്രിൽ 2-ന് പുറത്തിറങ്ങിയ വാഴ 2. നവാഗതനായ സവിൻസ സംവിധാനം ചെയ്ത വാഴ 2-വിൽ കേന്ദ്ര കഥാപാത്രമായി വേഷമിട്ടിരിക്കുന്നത് പുതുമുഖങ്ങളായ ഹാഷിറും ടീമുമാണെന്ന് കാണാം. ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ 210 കോടിയിലകം നേടി വലിയ വിജയമായി മാറിയിരിക്കുകയാണ് വാഴ 2. ഹാഷിർ, അലൻ, വിനായക്, അജിൻ തുടങ്ങിയ റീലുകളിൽ കണ്ടു ശീലിച്ച ഗ്യാങ്ങിന് വെള്ളിത്തിരയിലും വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്യാങ്ങിലെത്തി ബോക്സ് ഓഫീസിൽ നിന്ന് ഹിറ്റടിച്ച മറ്റു മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ക്ലാസ്മേറ്റ്സ്, പ്രേമം, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങൾ ഇത്തരത്തിൽ ഹിറ്റ് നേടിയ മറ്റ് സിനിമകളാണ്. ലാൽ ജോസ് സംവിധാനത്തിൽ 2006-ൽ പുറത്തിറങ്ങിയ ക്യാമ്പസ് ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, നരയൻ, കാവ്യ മാധവൻ തുടങ്ങിയ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം 150 ദിവസത്തോളമാണ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നത്. 2006-ൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായും ക്ലാസ്മേറ്റ്സ് മാറിയിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 20-25 കോടിയായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മലയാള സിനിമയെ ഇളക്കിമറിച്ചുകൊണ്ട് 2015-ൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിവിൻ പോളി, ശബരീഷ്, കോയ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ പ്രേമം. അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്ത ചിത്രം സായി പല്ലവിയും മഴോണ സെബാസ്റ്റ്യനും അനുപമ പരമേശ്വരൻ തുടങ്ങിയ ഹിറ്റ് നായികമാരുടെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം കൂടിയായിരുന്നു. കേരളത്തിൽ വലിയ രീതിയിൽ ട്രെൻഡായി മാറിയ ചിത്രത്തിന് സെൻസർ കോപ്പി ലീക്കായിട്ടും 70 കോടിയോളം രൂപയായിരുന്നു തിയേറ്ററിൽ നിന്ന് നേടിയത്. തമിഴ്നാട്ടിലും കൃത്യമായി ചിത്രം സ്വാധീനം ചെലുത്തി. ഇത്തരത്തിൽ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തമിഴ് ബോക്സ് ഓഫീസിലും കാര്യമായ ചലനം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ചിദംബരം എസ് പൊതുവാൾ സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ്. സർവൈവർ ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ചിത്രത്തിന് സബിൻ ഷാഹിർ, ശ്രീനാഥ് ഫാസി, ചന്തു സലീംകുമാർ, ഗണപതി, ഖാലിഖ് റഹ്മാൻ, ദീപക് പറമ്പിൽ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം 242 കോടിയോളം നേടി മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരുന്നു.